ആര് ജയിച്ചാലും ഞാൻ ജോലിക്ക് പോയാലേ എൻ്റെ കാര്യം നടക്കത്തുള്ളൂ. ഞാൻ വിചാരിക്കുന്നവർ ജയിക്കില്ല. അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യുന്നില്ല. എനിക്ക് വേറെ പണിയുണ്ട്. വെറുതെ ക്യൂവിൽ നിൽക്കാനൊന്നും വയ്യ. ഇതാണ് നമ്മൾ നമ്മളെ തന്നെ തോൽപ്പിക്കുന്ന ചിന്ത. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ വോട്ട് ചെയ്യാത്ത ഓരോ സമയവും നിങ്ങളുടെ ശബ്ദം ഇല്ലാതാവുകയല്ല ചെയ്യുന്നത്. അത് മറ്റാരുടെയോ ഒരു തീരുമാനമായി മാറുകയാണ്. ഒരു വോട്ട് ചെറുതാണെന്ന് തോന്നാം നിങ്ങൾക്ക്, പക്ഷേ ആയിരങ്ങൾ അതുപോലെ ചിന്തിച്ചാൽ ആ റിസൾട്ട് തന്നെ മാറും. ഒരു ദിവസം 1 മണിക്കൂർ പോലും നമ്മൾ നമ്മളുടെ ഭാവിക്ക് വേണ്ടി നൽകാൻ തയ്യാറല്ലേ? നമ്മൾ ക്യൂവിൽ നിൽക്കുന്നത് ഒരു വോട്ടിന് വേണ്ടി മാത്രമല്ല, 5 വർഷത്തേക്കുള്ള തീരുമാനത്തിനായാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നാളെ നിങ്ങളുടെ മക്കൾ എന്തുകൊണ്ടാണ് നല്ല വിദ്യാഭ്യാസം കിട്ടാത്തത്? നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ അവസരങ്ങൾ കുറവായത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടാകും. നിങ്ങൾ മിണ്ടാതിരുന്ന ദിവസങ്ങൾ, നിങ്ങൾ മാറി നിന്ന തിരഞ്ഞെടുപ്പുകൾ, അതാണ് നിന്റെ നാളെ രൂപപ്പെടുത്തുന്നത്. വോട്ട് ചെയ്യാതിരിക്കുക, ഒരാളും വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കുക, ഇത് പരിഹാരമല്ല. ജാതി നോക്കി വോട്ട് ചെയ്യരുത്, മതം നോക്കി വോട്ട് ചെയ്യരുത്, പാർട്ടി നോക്കി കണ്ണടച്ച് വോട്ട് ചെയ്യരുത്. നോക്കേണ്ടത് ഒന്നേ ഉള്ളൂ, നിന്റെ ഭാവി സംരക്ഷിക്കാൻ കഴിവുള്ളവൻ ആരാണ്? നല്ല റോഡുകൾ, വിദ്യാഭ്യാസം, ജോലി അവസരങ്ങൾ, സുരക്ഷ, ഇവയൊന്നും വാഗ്ദാനങ്ങളല്ല, നിന്റെ അവകാശമാണ്. ഓർക്കുക, മൗനം പോലും ഒരു തിരഞ്ഞെടുപ്പാണ്. ജോലി നിന്റെ ഇന്നേക്കായാണ്, വോട്ട് നിന്റെ നാളേക്കായാണ്. അതുകൊണ്ട് ആര് ജയിച്ചാലും എന്ന് പറയരുത്, മാറി നിൽക്കുകയും അരുത്. തിരഞ്ഞെടുക്കണം. നാളെ മറുപടി പറയാൻ ഇന്ന് ശരിയായ തീരുമാനമെടുക്കുക. വിധി നിന്റെ തീരുമാനമാണ്. ചിന്തിച്ച് വോട്ട് ചെയ്യുക, നല്ലൊരു നാളേക്ക് വേണ്ടി.